യോശുവയുടെ പുസ്തകം 21-ാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാനായിട്ട്. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. കനാൻ ദേശത്ത് ഏലയാസറിന്റെയും യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നതാര്? ലേവ്യരുടെ കുടുംബത്തലവന്മാർ. ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ ഏലയാസറിന്റെയും യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ പോയത് എവിടെ വെച്ച്? കനാൻ ദേശത്ത് ഷീലോവിൽ വെച്ച്. ലേവ്യരുടെ കുടുംബത്തലവന്മാർ യോശുവയോട് ചോദിച്ച അവകാശങ്ങൾ എന്തെല്ലാമാണ്? പാർപ്പാൻ പട്ടണങ്ങളും കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളുമാണ് ചോദിച്ച അവകാശങ്ങൾ. ലേവ്യർക്ക് പട്ടണങ്ങളും പുൽപ്പുറങ്ങളും ആരുടെ അവകാശത്തിൽ നിന്നുമാണ് യോശുവ കൊടുത്തത്? ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ നിന്നും. ലേവ്യ ഗോത്രത്തിൽ ആദ്യത്തെ നറുക്കുവീണ കുടുംബമേത്? കെഹാത്യ കുടുംബം. കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും കൂടി എത്ര പട്ടണങ്ങളാണ് ലഭിച്ചത്? 23 പട്ടണങ്ങൾ. ലേവ്യ ഗോത്രത്തെ എത്ര കുടുംബങ്ങളായി തിരിച്ചിരിക്കുന്നു? അവ ഏതെല്ലാം? 3 കുടുംബങ്ങളായി. കെഹാത്യർ, ഗേർശോന്യർ, മൊരാരി. പുരോഹിതനായ അഹരോന്റെ കുടുംബം ഏത്? കെഹാത്യരുടെ കുടുംബമാണ് അഹരോന്റെ കുടുംബം. ലേവ്യരിൽ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് എത്ര പട്ടണങ്ങളാണ് നൽകിയത്? 13 പട്ടണങ്ങൾ. അഹരോന്റെ മക്കൾക്ക് എവിടെയാണ് പട്ടണങ്ങൾ ലഭിച്ചത്? യഹൂദ ഗോത്രത്തിലും ശിമയോൻ ഗോത്രത്തിലും ബെന്യാമിൻ ഗോത്രത്തിലും. അഹരോന്റെ മക്കളല്ലാതെ കെഹാത്തിന്റെ ശേഷം മക്കൾക്ക് എത്ര പട്ടണങ്ങളാണ് ലഭിച്ചത്? 10 പട്ടണങ്ങൾ. പുരോഹിതന്മാരല്ലാത്ത കെഹാത്യർക്ക് ആകെ ലഭിച്ച പട്ടണങ്ങൾ എത്ര? 10 പട്ടണങ്ങൾ. ലേവ്യരിൽ പുരോഹിതനായ അഹരോന്റെ മക്കളല്ലാത്ത കെഹാത്യർക്ക് എവിടെയാണ് പട്ടണങ്ങൾ ലഭിച്ചത്? എഫ്രൈം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശെയുടെ പാതി ഗോത്രത്തിലും. ലേവ്യരിൽ കെഹാത്യർക്ക് ശേഷം ആർക്കാണ് നറുക്കു വീണത്? ഗേർശോന്റെ മക്കൾക്ക്. ലേവ്യരിൽ ഗേർശോന്റെ മക്കൾക്ക് ലഭിച്ച പട്ടണങ്ങൾ എത്രയാണ്? 13 പട്ടണങ്ങൾ. ലേവ്യരിൽ മൊരാരിയുടെ മക്കൾക്ക് ലഭിച്ച പട്ടണങ്ങൾ എത്രയാണ്? 12 പട്ടണങ്ങൾ. ഗേർശോന്റെ മക്കൾക്ക് എവിടെയാണ് പട്ടണങ്ങൾ ലഭിച്ചത്? ഇസാക്കാർ ഗോത്രത്തിലും ബാശാനിലെ മനശ്ശെയുടെ പാതി ഗോത്രത്തിലും. ലേവ്യരിൽ അവസാനത്തെ നറുക്ക് ലഭിച്ചത് ആർക്ക്? മൊരാരിയുടെ മക്കൾക്ക്. മൊരാരിയുടെ മക്കൾക്ക് എവിടെയാണ് പട്ടണങ്ങൾ കിട്ടിയത്? രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൻ ഗോത്രത്തിലും. മൊരാരിയുടെ മക്കൾക്ക് എത്ര പട്ടണങ്ങളാണ് കിട്ടിയത്? 12 പട്ടണങ്ങൾ. യഹൂദ മലനാട്ടിൽ ഹെബ്രോനും അതിനു ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും കിട്ടിയത് ആർക്കാണ്? അഹരോന്റെ മക്കൾക്ക്. ലേവി മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ ആദ്യത്തെ അവകാശം ലഭിച്ചത് ആർക്കാണ്? അഹരോന്റെ മക്കൾക്ക്. കെഹാത്യർക്ക് ലഭിച്ച പ്രധാന കനാൻ ദേശം ഏതായിരുന്നു? ഹെബ്രോൻ. ഹെബ്രോൻ നഗരവുമായി ബന്ധപ്പെട്ട് അർബ എന്ന പേരുകാരൻ ആരായിരുന്നു? അനാക്കിന്റെ അപ്പൻ. യെഫൂന്നയുടെ മകനായ കാലേബിന്റെ ഗോത്രമേത്? യഹൂദ ഗോത്രം. ഹെബ്രോനോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും ആർക്കാണ് ലഭിച്ചത്? യെഫൂന്നയുടെ മകനായ കാലേബിന്. പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് കിട്ടിയ സങ്കേത നഗരം ഏതാണ്? ഹെബ്രോൻ. യോശുവയുമായി ഉടമ്പടി ചെയ്ത് അഭയം പ്രാപിച്ച ഗിബെയോന്യരുടെ ദേശം ഏത് ഗോത്രത്തിനാണ് ലഭിച്ചത്? ബെന്യാമിൻ ഗോത്രത്തിന്. സങ്കേത നഗരമായ ശേക്കേം ലേവ്യരിൽ ലഭിച്ചത് ആർക്കാണ്? അഹരോന്റെ മക്കളല്ലാത്ത കെഹാത്യർക്ക്. കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവ്യർക്ക് ഏത് ഗോത്രത്തിൽ നിന്നാണ് അവകാശം ലഭിച്ചത്? എഫ്രൈം ഗോത്രം, ദാൻ ഗോത്രം, മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ നിന്നും. കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവ്യർക്ക് ലഭിച്ച അവകാശത്തിലെ സങ്കേത നഗരം ഏതാണ്?
എഫ്രേമിലെ ഷേക്കേം. ലേവ്യരിൽ ഗേർഷോന്യർക്ക് ലഭിച്ച അവകാശത്തിലെ സങ്കേത നഗരം ഏതെല്ലാം? ബാശാനിലെ ഗോലാനും ഗലീലയിലെ കേദേശും. ബാശാനിലെ മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ നിന്ന് അവകാശം ലഭിച്ച ലേവ്യ കുടുംബം ഏത്? ഗേർഷോന്യ കുടുംബം. സങ്കേത നഗരമായ ഗിലെയാദിലെ രാമോത്ത് ആർക്കാണ് ലഭിച്ചത്? ലേവ്യരിൽ മെരാർ കുടുംബങ്ങൾക്ക്. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യ ഗോത്രത്തിൽ ആകെ ലഭിച്ച പട്ടണങ്ങൾ എത്രയാണ്? 48 പട്ടണങ്ങൾ. യഹോവ പൂർവ്വ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്ന് ജനത്തിന് എന്തു നൽകി സഹായിച്ചു? സ്വസ്ഥത നൽകി സഹായിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളിച്ചെയ്ത വാഗ്ദാനങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. ലേവ്യ ഗോത്രത്തിൽ അവസാനം നറുക്കു ലഭിച്ച കുടുംബമേത്? മെരാരി കുടുംബം. വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഗ്രഹത്തെക്കുറിച്ചാണ്? ഇസ്രായേൽ ഗ്രഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി അടുത്തതിൽ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.